ഹായ് മക്കളെ, +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് ഒക്കെ നമുക്ക് ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. അതേപോലെ നമ്മൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു, പോൾ ഇട്ടിട്ടുണ്ട്. എന്താ പൊതുവേ ഉള്ള റിസൾട്ടിന്റെ ഒരു കാര്യം എന്താ, ഇംപ്രൂവ് ആയിട്ടില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള മക്കൾ കൂടുതൽ പേർക്ക് ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നല്ലേ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇവർക്ക് ഈ പബ്ലിക് എക്സാമിന്റെ, അതായത് +2 പബ്ലിക് എക്സാമിന്റെ കൂടെയാണ് എന്ത് വരുന്നത്, ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. അപ്പൊ അവർക്ക് അതിന് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതായത് സാറ് പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ +1ലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങളോടാണ് ഇത് പറയുന്നത് കേട്ടോ മക്കളെ. കാരണം ഇപ്പോൾ ഓൾറെഡി +1 കഴിഞ്ഞ് +2ലേക്ക് പോയ മക്കൾക്ക് ഇതിനെപ്പറ്റി അറിയാം. പക്ഷേ ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്ന മക്കളോടാണ് പറയാനുള്ളത്, മക്കളെ ഇംപ്രൂവ്മെന്റ് എക്സാം ഈ വർഷമല്ല, അത് ഈ വർഷമല്ല അടുത്ത വർഷത്തെ +2 കുട്ടികളുടെ കൂടെയാണ്. ആ സമയത്ത് +2ന്റെ പബ്ലിക് എക്സാം, അതായത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ +1ലേക്ക് എത്തി. അതായത് 2027 ഇവർ ഇനി 2029 എഴുതുക അല്ലെ. +2 എക്സാം 2028 28 എന്ത് ചെയ്യാം, +2 എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇൻഫോർമേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഇപ്പോഴത്തെ റിസൾട്ട് അനാലിസിസിൽ നമുക്ക് മനസ്സിലായത് ഇംപ്രൂവ്മെന്റ് കൂടുതൽ പേർക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, ആവാൻ വേണ്ടി പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താ സാറേ, +2 മെയിൻ ആയിട്ട് പഠിക്കണോ അതോ +1 പഠിക്കണോ എന്നുള്ള പ്രശ്നമാണ്. ആ ഒരു കൺഫ്യൂഷൻ ആ ഒരു ഒരേ സമയത്താണ് 1-2 ദിവസം മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, എക്സാമിന് പഠിക്കാൻ വേണ്ടി ഗ്യാപ്പ് കിട്ടുന്നത്. അതായിരിക്കും മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മക്കളെ, നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഇപ്പോൾ +1 ആദ്യം മുതലേ പഠിച്ച് ഫ്രഷ് ആയിട്ട് തുടങ്ങുന്ന മക്കളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വർഷം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് മാർച്ചിലെ +1ന്റെ മെയിൻ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായിട്ട്. കാരണം അതായിരിക്കും കൂടുതലായിട്ട് എനിക്ക് എളുപ്പം. കാരണം മറ്റേ എക്സാം ചിലപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാം മേക്ബി എന്താണ് ടഫ് ആവാനുള്ള ചാൻസ് എന്താണ് കൂടുതലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ പഠിക്കാൻ തീരെ സമയം ഒട്ടും സമയം കിട്ടത്തില്ല മക്കളെ. പറയുന്ന പോലെ ഒട്ടും സമയം കിട്ടത്തില്ല. അതിനുവേണ്ടി ഇംപ്രൂവ്മെന്റിന് കാര്യത്തെ പറ്റി പറഞ്ഞേക്കുക. മെയിൻ എക്സാമിന് പഠിക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇപ്പൊ സാറേ ഇപ്പൊ ഇന്ന് ഏത് മാസം, മെയ് മാസം 8ാം തീയതി ആയിട്ടുള്ളൂ. ഇനി കിടക്കുവാണ് മാസങ്ങൾ. നന്നായിട്ട് പഠിക്കും. അതായത് +1ലാണ് ഇവർക്ക് കൂടുതൽ സമയവും കിട്ടുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ +2 പിന്നെ ലാബ് എക്സാമും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് പ്രശ്നങ്ങളായിരിക്കും. +1ലാണ് നിങ്ങൾക്ക് സമയം കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യം പറയാം സാറേ, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഇപ്പൊ +1 കഴിഞ്ഞ +2 മക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ ജൂനിയേഴ്സിനോട് പറയുക, എന്താണ് നിങ്ങളുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യുക. അതായത് +2ലേക്ക് എത്തിയ ആൾക്കാരുടെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ആൾക്കാർ, +2 കഴിഞ്ഞ മക്കൾ, കാരണം അവർക്ക് ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ട് മനസ്സിലാവും, അവർക്ക് ആകപ്പാടെ ലാഭം എല്ലായിട്ടും മൊത്തം ടെൻഷൻ ആവും. അപ്പൊ നിങ്ങളോട് പറഞ്ഞ തുടക്കം മുതലേ പഠിക്കുക. അതിനുവേണ്ടി ഞങ്ങൾ MS സൊല്യൂഷൻസ് കിഡിലിനായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ബാച്ചുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ കുറെ കുട്ടികൾ ചോദിക്കണ്ടേ സാറേ നമ്മുടെ ഒന്ന് പറഞ്ഞു സാർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ബാച്ചാണ് AMS മെയിൻ ബാച്ച്. അതായത് ഫുൾ മാർക്ക് നേടാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യും. അപ്പൊ കുട്ടികൾ ചോദിക്കുന്ന സാറേ എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല എന്ന് പറയുവാണെങ്കിൽ ബേസ് ബാച്ചും കൂടെ ഉണ്ട് അല്ലെ. AMS മെയിൻ ബേസ് ബാച്ചും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. 2 ബാച്ചാണ് നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത്. ഇനി എന്താണ് തമ്മിൽ വ്യത്യാസം? നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് AMS മെയിൻ ബാച്ചിനാണ്. കാരണം അതിൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീച്ചേഴ്സാണ്. ഇതിൽ നമ്മളിപ്പോൾ റെക്കോർഡ് ക്ലാസ് പാർട്ട് വീഡിയോസ് നിങ്ങൾക്ക് തരും. അതിന്റെ കൂടെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നു അല്ലേ. then അതേപോലെ പിന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് മാത്രം കണ്ടാൽ മതി നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ ഏത് ലെവൽ, ഇപ്പോൾ ചില കുട്ടികൾക്ക് ഉണ്ടാവും സാറേ ഞാൻ പറ്റ ലോ ലെവലാണ്, അങ്ങനെയുള്ളവർക്ക് ലെവൽ 1 ചെയ്തിട്ട് അവൻ എന്ത് ഇമ്പ്രൂവ് ആയിട്ട് ലെവൽ 2ലേക്ക് എത്തും, അവൻ ഇമ്പ്രൂവ് ആയിട്ട് ലെവൽ 3ലേക്ക് എത്തും. ആ രീതിയിൽ നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഫുൾ മാർക്ക്. ഭയങ്കര ലെവൽ കൂടി അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലെവൽ 1 ചെയ്യണം, ലെവൽ 2 ചെയ്യണം, ലെവൽ 3 ചെയ്യണം. ലെവൽ 3 3 ലെവലും കൂടെ ചെയ്യണം മക്കൾക്ക് A+ കിട്ടത്തുള്ളൂ 100%. ഫീസിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഈ പാറ്റേണുകളൊക്കെ മാറി വരികയാണ്. അപ്പോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ് ഇതിനൊക്കെ സോൾവ് ചെയ്യാൻ ഏറ്റവും വലിയ ഒരു കാര്യം. മാത്രം ഒറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും തന്നെ ക്വസ്റ്റ്യൻസ് ഇത്രയും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് ടീച്ചേഴ്സ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മുഴുവൻ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുവാണ് അതിനെപ്പറ്റി. അത് നമ്മൾ ഓരോ ഫോൾഡർ വൈസ് ആയിട്ടല്ല സാർ, ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഫോൾഡറിനകത്ത് ലെവൽ 3 ഉണ്ട്, അങ്ങനെയുണ്ട്. അതിന് കൂടെ അത് മാത്രമല്ല MRQ, MUQ, MEQ, MC ഇതൊക്കെ ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് യുണീക് ക്വസ്റ്റ്യൻ, മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, then മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രത്തോളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ആ ആൻസർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിന് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നുണ്ട്. വേറെ എവിടെയും പോയി പഠിക്കണ്ട, അതെ.
പിന്നെ ഉള്ളത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഓൾ എക്സാം. അതായത് നമ്മളൊരു എക്സാമിന് പോകുന്നതിന് മുന്നേ അതിന്റെ മുന്നേ ഉള്ള ഒരു എക്സാമിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ നമുക്കത് മെയിൻ ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം ഒക്കെ മുമ്പ് MS സൊല്യൂഷൻസ് നടത്തുന്ന എക്സാമുകൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ സെറ്റ് ആണ്. യെസ്, അതൊക്കെ. അപ്പൊ പിന്നെ മെന്റർഷിപ്പ്, സ്പെഷ്യൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 പേർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത്. 5499 ഒറിജിനൽ റേറ്റ് കണ്ടല്ലോ മക്കളെ, 6000 ഒറിജിനൽ റേറ്റ്. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇനി അത്രയും പൈസ ഇല്ല, ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, MS സൊല്യൂഷനിൽ ജോയിൻ ചെയ്യണം ആഗ്രഹമുണ്ട്. അതേപോലെ സാറേ വേറെ കുട്ടികൾ ചില വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെയൊക്കെ ജോയിൻ ചെയ്ത മക്കളുണ്ട്. പക്ഷെ MS സൊല്യൂഷന്റെ ക്ലാസ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ബേസ് ബാച്ച് ജോയിൻ ചെയ്തോ. പക്ഷെ അതിലെ മെയിൻ ബാച്ചിന്റെ എല്ലാ ഫീച്ചേഴ്സും അതിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ പറയാണ്. ഇതിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, 1 ഷോട്ട് ക്ലാസ്, പിന്നെ എക്സാം ബേസ്ഡ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഇവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യാണ്, ഫുൾ മാർക്ക് കിട്ടട്ടെ എന്നുള്ള നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയുവാണ്, നമ്മുടെ ഇപ്പൊ ഇന്നത്തെ റിസൾട്ട് വന്നതിന് ശേഷം പെട്ടെന്നൊരു വീഡിയോ ചെയ്ത് വേറെ ഒന്നുമല്ല മക്കളെ, ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ മെയിൻ എക്സാം, നമ്മുടെ മെയിൻ എക്സാം +1 മാർച്ച് അടക്കത്തിലിടാം. അതിനുവേണ്ടി നന്നായിട്ട് ആദ്യം മുതലേ പ്രിപ്പയർ ചെയ്യുക. ഞങ്ങൾ അതിന് തയ്യാറാണ്, നിങ്ങൾ തയ്യാറാണ് മക്കളെ. മാത്രം മതി. നല്ലൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു നിർത്താം മക്കളെ. ഓൾ ദി ബെസ്റ്റ്.